ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ക്ലാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന പേപ്പറിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. അതിൽ മീൻ മീഡിയൻ മോഡ് എങ്ങനെയാണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. മീൻ മീഡിയൻ മോഡ് എന്താണ്, അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്, അത് കണ്ടിന്യൂസ് ഡാറ്റയിലും സിംഗിൾ ഡാറ്റയിലും ഒക്കെ എങ്ങനെയാണ് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നോക്കുന്നത് മീൻ മീഡിയൻ മോഡിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് എന്താണ്, മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം മീൻ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണെന്ന് അറിയാം അല്ലെ. മീനിനെ ഓൾറെഡി അരിത്തമെറ്റിക് മീൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ്. ഒരു ഡാറ്റ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ആവറേജ് വാല്യൂവിനെയാണ് നമ്മൾ വിളിക്കുന്നത് മീൻ എന്ന് വിളിക്കുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് വാല്യൂ ആ ഡാറ്റ സെറ്റിലെ മുഴുവൻ വാല്യൂസിന്റെയും സം എടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അതിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡാറ്റ സെറ്റിലെ മുഴുവൻ വാല്യൂസിന്റെയും സമ്മാണ്. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ സെൻട്രൽ വാല്യൂ ഓഫ് ഡാറ്റ. നമ്മൾ എപ്പോഴും മീൻ യൂസ് ചെയ്യുന്നത് തന്നെ എന്താണ്? ഒരു ഡാറ്റ സെറ്റിന്റെ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇറ്റ് യൂസ് ഓൾ ഒബ്സർവേഷൻസ്. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ആവറേജ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. മൊത്തത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മീൻ ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് എ സിംഗിൾ റെപ്രസെന്റേറ്റീവ് വാല്യൂ. നമുക്കറിയാം, ഒരു ഡാറ്റ സെറ്റിൽ എത്ര നമ്പർ ഉണ്ടെങ്കിലും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും അല്ലെ. ആ ഒരു ഡാറ്റ സെറ്റിലുള്ള എല്ലാ വാല്യൂസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ യൂസസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വൺ, യൂസ് ടു കാൽക്കുലേറ്റ് ആവറേജ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് പെർഫോമൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. ഇപ്പൊ നമ്മുടെ രണ്ട് ക്ലാസ്സുകളാണെന്ന് വിചാരിച്ചു. എ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ബി എന്ന് പറയുന്ന ഒരു ക്ലാസ്സും. എ എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കും ബി എന്ന് പറയുന്ന കുട്ടികളുടെ മാർക്കും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടിന്റെയും ആവറേജ് കണ്ടാൽ മതി. ആ രണ്ടിന്റെയും ആവറേജ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ സാധിക്കും. യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. നമുക്കറിയാലോ, ഈ തീസിസ് വർക്കുകൾ ഉൾപ്പെടെ നമ്മുടെ പ്രോജക്റ്റ് വർക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാൽക്കുലേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ടെൻഡൻസിയാണ് ഏത്? മീൻ എന്ന് പറയുന്നത്. അപ്ലൈഡ് ഇൻ എക്കണോമിക്സ്, ഇൻകം, പ്രൊഡക്ഷൻ എക്സെട്ര. ഇപ്പൊ നമ്മൾ നമ്മുടെ നാഷനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? അല്ലെങ്കിൽ മലയാളത്തിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയും. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ നാഷന്റെ ടോട്ടൽ ഇൻകം, മൊത്തത്തിലുള്ള ഇൻകത്തെ ടോട്ടൽ പോപ്പുലേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അത് സത്യത്തിൽ ഒരു ആവറേജ് ആണ് അല്ലെ. അങ്ങനെയാണ് ടോട്ടൽ വാല്യൂവിനെ, സം ഓഫ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആവറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൽ ഇൻകം, പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് മീനാണ്. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്ലാനിങ്. ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ ആവറേജ് പ്രൊഡക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് മുന്നോട്ടുള്ള പുതിയ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വളരെ പോസിബിൾ ആയിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഒരു ക്രിക്കറ്റ് ഗെയിമിലെ ആവറേജ് നമ്മൾ നോക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനാണെങ്കിലും പുതിയ പ്ലാനിങ്ങിനൊക്കെ ആണെങ്കിലും മീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. യൂസ്ഡ് ഇൻ ഡാറ്റ സമ്മറൈസേഷൻ. വലിയൊരു ഡാറ്റ, ഒരു 10,000 1000 ആൾക്കാരുടെ ഒരു ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആവറേജ് കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു 1000 പേരിൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 65 സെന്റിമീറ്റർ ആണ്. നമുക്ക് മൊത്തം ആ ഒരു ഹോൾ ഡാറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് പെട്ടെന്ന് വലിയൊരു ഡാറ്റയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സമ്മറൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോകുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സിലേക്കാണ്. ഈസി ടു കാൽക്കുലേറ്റ് അണ്ടർസ്റ്റാൻഡ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് ഇൻ ദി ഡാറ്റ സെറ്റ്. നമുക്കറിയാലോ, ഒരു മീനിന്റെ ഒരു ഡാറ്റ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഡാറ്റ സെറ്റിൽ ഒരു 6 വാല്യൂസ് ഉണ്ടെങ്കിൽ ആ 6 വാല്യൂസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മീനിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ആ 6 വാല്യൂസിന്റെയും സമ്മാണ്, ടോട്ടലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീൻ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
സോ ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ് ഇൻ ദി ഡാറ്റ സെറ്റ്, എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ ഫൈൻഡ് ചെയ്യുന്നത്. ഗിവ്സ് എ ബാലൻസ്ഡ് ആൻഡ് സ്റ്റേബിൾ വാല്യൂ, അല്ലെ? എത്ര വലിയ സംഖ്യകളായിക്കോട്ടെ, എത്ര തോന സംഖ്യകളായിക്കോട്ടെ, ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അല്ലെ? അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള, അതിനെല്ലാം റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും, അത് സ്റ്റേബിൾ ആയിരിക്കും. യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഈ മീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് തുടങ്ങിയിട്ടുള്ള കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സോ മീൻ എന്തിന് യൂസ്ഫുൾ ആണ്? ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് നമുക്ക് യൂസ്ഫുൾ ആണ്. വൈഡ്ലി ആക്സെപ്റ്റഡ് ആൻഡ് കോമൺലി യൂസ്ഡ്. നമുക്കറിയാലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളുടെ മാർക്സ് ആയിക്കോട്ടെ, ക്രിക്കറ്റ് ഗെയിമിലെ ആവറേജ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നമുക്ക്, എല്ലാ സെക്ടറിലും നമുക്ക് യൂണിവേഴ്സലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ടെൻഡൻസിയാണ് ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ഡിഫറെന്റ് ഡാറ്റ സെറ്റ്. രണ്ട് ഡാറ്റ സെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ക്ലാസ്സുകളുടെ കമ്പാരിസൺ, അതേപോലെ രണ്ട് ഡാറ്റ സെറ്റുകളുടെ കമ്പാരിസൺ ഒക്കെ ആവറേജ് വഴി നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ആണ്. ഹൈലി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ ഔട്ട്ലിയേഴ്സ് എന്ന് പറയും. എന്താണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ ഒരു ഡാറ്റ സെറ്റ് 10, 20, 30, 40 എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഡാറ്റ സെറ്റ് 10, 20, 30, 40, 100 എന്ന് പറയുന്ന മറ്റൊരു ഡാറ്റ സെറ്റ് ആണ്. ഈ രണ്ട് ഡാറ്റ സെറ്റിന്റെയും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? മറ്റേത് ഏകദേശം സെയിം ആണ്, 10, 20, 30, 40 എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ ഡാറ്റ സെറ്റിൽ 100 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ 100 എന്ന് പറയുന്ന വാല്യൂ വന്നതുകൊണ്ട് ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് കുറച്ച് കൂടുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാല്യൂസിനെയും അത് സെയിം ആയിട്ടാണോ റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ല. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂസ് ആണ് ബാക്കിയുള്ളതെല്ലാം. 100 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ്. അപ്പൊ അവിടെ എന്ത് വരും? ഔട്ട്ലിയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്ക്യൂഡ് ഡാറ്റ. എന്താണ് സ്ക്യൂഡ് ഡാറ്റ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് സ്ക്യൂഡ്, പോസിറ്റീവ് സ്ക്യൂഡ്, സിമെട്രിക്കൽ, നോർമൽ കർവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്ക്യൂഡ് ഡാറ്റയാണ്, അല്ലെ? ഒരു ഭാഗത്തേക്ക് മാത്രം ചേർന്നിരിക്കുന്ന ഡാറ്റ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കുന്നത് എന്തല്ല? പോസിബിൾ അല്ല. സ്ക്യൂഡ് ഡാറ്റയിൽ നമുക്ക് മീൻ എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. കനോട്ട് ബി യൂസ്ഡ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ പ്രത്യേകത എന്താ? അത് നമുക്ക് ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് അല്ലെങ്കിൽ കളേഴ്സ്, റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളേഴ്സ്, അതിന്റെ ഒന്നും ആവറേജ് കണ്ടുപിടിക്കുന്നത് എന്തല്ല? നമുക്ക് പോസിബിൾ അല്ല. നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ന്യൂമറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആവശ്യമാണ്, അല്ലെ? സംടൈംസ് ഗീവ്സ് അൺറിയലിസ്റ്റിക് റിസൾട്ട്സ്. ചില സമയങ്ങളിൽ മീൻ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട്സ് തരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ്, അതിന്റെ സമ്മ് എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ കുട്ടികളുടെ ആവറേജ് എടുക്കണം. അപ്പൊ ഫാമിലിയിലെ കുട്ടികൾ എന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന 6 കുട്ടികളുള്ള ഫാമിലീസ് ആണെന്ന് വിചാരിച്ചു. 6 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണ്? 2 ആണ്. അപ്പൊ 2 കുട്ടികൾ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. എന്നാൽ 10 നമ്പേഴ്സിനെ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2.5 ആണ്. അപ്പൊ ആവറേജ് 2.5 എന്ന് പറഞ്ഞാൽ 2.5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിൽഡ്രൻ നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംടൈംസ് ഗീവ്സ് അൺറിയലിസ്റ്റിക് റിസൾട്ട്സ് എന്ന് പറയുന്നത്. 2.5 ഒക്കെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യില്ല, അപ്പൊ മീനിനെ ബേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നോട്ട് സ്യൂട്ടബിൾ വെൻ ഡാറ്റ ഹാസ് മിസ്സിംഗ് വാല്യൂസ്. ഇപ്പൊ ഒരു ഡാറ്റ സെറ്റിലെ ചില വാല്യൂസ് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മീൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10, 20, 100 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതൊരു ഡാറ്റ സെറ്റ് ആണ്. സോ നമുക്ക് ഈ 100 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹയസ്റ്റ് വാല്യൂ ആണ്. പക്ഷേ ഈ മീൻ 43.3 കിട്ടി. ഇത് മിസ്ലീഡിംഗ് ആണ്. കാരണം ഈ 10 ആൻഡ് 20 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ വാല്യൂസ് ആണ്. പക്ഷെ 100 എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണ്. അപ്പൊ ഇവിടെ 43.3 എന്ന് പറയുന്നത് മിസ്ലീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ മീൻ എന്താണ്, അതിന്റെ യൂസസ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ PPT നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.